ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിഥുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ MVD ലീഡ്സിൽ ലേണേഴ്സ് ചോദ്യാവലിയാണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെവൽ 3 വരെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലെവൽ 4 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. ലേണേഴ്സ് ചോദ്യാവലി ആദ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം ലെവൽ 4 എടുക്കുക. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പ്രഥമ ശുശ്രൂഷ, ഓപ്ഷൻ ബി വിശ്രമ സ്ഥലം, ഓപ്ഷൻ സി ആശുപത്രി, ഓപ്ഷൻ ഡി ഹോട്ടൽ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആശുപത്രി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പ്രഥമ ശുശ്രൂഷ കേന്ദ്രം, ഓപ്ഷൻ ബി വിശ്രമ സ്ഥലം, ഓപ്ഷൻ സി ആശുപത്രി, ഓപ്ഷൻ ഡി ആംബുലൻസ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, പ്രഥമ ശുശ്രൂഷ കേന്ദ്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ആശുപത്രി, ഓപ്ഷൻ ബി വിശ്രമ സ്ഥലം, ഓപ്ഷൻ സി പ്രഥമ ശുശ്രൂഷ കേന്ദ്രം, ഓപ്ഷൻ ഡി ക്ലിനിക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിശ്രമ സ്ഥലം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ തുടർച്ചയായ സൈഡ് റോഡില്ല, ഓപ്ഷൻ ബി ഇടത്തേക്ക് തിരിയുക, ഓപ്ഷൻ സി മുന്നിൽ പാലം, ഓപ്ഷൻ ഡി ഇടതുവശം സർവീസ് റോഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തുടർച്ചയായ സൈഡ് റോഡ് ഇല്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ സർവീസ് റോഡ്, ഓപ്ഷൻ ബി മുന്നിൽ മെയിൻ റോഡ്, ഓപ്ഷൻ സി മുന്നിലേക്ക് സൈഡ് റോഡില്ല, ഓപ്ഷൻ ഡി മുന്നിൽ പാലം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ബി ഇരുവശവും പാർക്കിംഗ്, ഓപ്ഷൻ സി പോലീസ് എയ്ഡ് പോസ്റ്റ്, ഓപ്ഷൻ ഡി ഇരുവശവും സർവീസ് റോഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇരുവശവും പാർക്കിംഗ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും, ഓപ്ഷൻ ബി സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നന്നാക്കുന്നു, ഓപ്ഷൻ ഡി സ്കൂട്ടറുകൾ പാർക്ക് ചെയ്താൽ പിഴ അടയ്ക്കണം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, ഓപ്ഷൻ ബി പാർക്കിംഗ് സ്ഥലം ടാക്സി സ്റ്റാൻഡ്, ഓപ്ഷൻ സി പോലീസ് വാഹനങ്ങളുടെ പാർക്കിംഗ്, ഓപ്ഷൻ ഡി ടാക്സികൾക്ക് പ്രവേശനമില്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർക്കിംഗ് സ്ഥലം ടാക്സി അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പെട്രോൾ പമ്പ്, ഓപ്ഷൻ ബി പാർക്കിംഗ് സ്ഥലം സൈക്കിൾ റിക്ഷകൾ, ഓപ്ഷൻ സി ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പോലീസ് എയ്ഡ് പോസ്റ്റ്, ഓപ്ഷൻ ബി വലത്തോട്ട് നിർബന്ധമായും തിരിയുക, ഓപ്ഷൻ സി ഈ ദിശയിൽ പാർക്ക് ചെയ്യുക, ഓപ്ഷൻ ഡി ഈ ദിശയിൽ പെട്രോൾ പമ്പ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഈ ദിശയിൽ പാർക്ക് ചെയ്യുക. 11ാമത്തെ ക്വസ്റ്റ്യൻ, മിന്നുന്ന ചുവപ്പ് അല്ലെങ്കിൽ നീല ലൈറ്റുമായി ഒരു എമർജൻസി വാഹനം സമീപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ വേഗത കുറച്ച് റോഡിൻ്റെ ഇരുവശത്തേക്ക് വാഹനം മാറ്റുക, ഓപ്ഷൻ ബി നിങ്ങൾ എവിടെയാണോ അവിടെ നിർത്തുക, ഓപ്ഷൻ സി വാഹനത്തെ അവഗണിക്കുക, ഓപ്ഷൻ ഡി കഴിയുന്നത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വേഗത കുറച്ച് റോഡിൻ്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക. 12ാമത്തെ ക്വസ്റ്റ്യൻ,
ഒരു കവലയിൽ മിന്നുന്ന ആംബർ ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ വേഗത്തിൽ കടക്കുക. ഓപ്ഷൻ ബി സ്റ്റോപ്പ് ലൈനിൽ നിർത്തുക. ഓപ്ഷൻ സി കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ, കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു റൗണ്ട് എബോൾട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ കുറഞ്ഞ വേഗതയിൽ റൗണ്ട് എബോൾട്ടിലേക്ക് പ്രവേശിക്കുക. ഓപ്ഷൻ ബി എബോൾട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക് മുൻഗണന നൽകണം. ഓപ്ഷൻ സി പുറത്തെ പാത മാത്രം ഉപയോഗിക്കുക. ഓപ്ഷൻ ഡി അകത്തെ പാത മാത്രം ഉപയോഗിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റൗണ്ട് എബോൾട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക് മുൻഗണന നൽകണം. 14ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഒരു മെയിൻ റോഡിലെ ട്രാഫിക് ലൈറ്റുകളോ പോലീസുകാരോ ട്രാഫിക് സിഗ്നലുകളോ ഇല്ലാത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മറ്റു റോഡുകളിൽ നിന്ന് വാഹനമില്ലെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുക. ഓപ്ഷൻ ബി വാഹനം നിർത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. ഓപ്ഷൻ സി വഴി വ്യക്തമാണെങ്കിൽ വേഗതയോടെ മുന്നോട്ട് പോകുക. ഓപ്ഷൻ ഡി വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കവലയിൽ ചുവന്ന ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക. ബി സ്റ്റോപ്പ് ലൈനിന് മുൻപ് വാഹനം നിർത്തി ഗ്രീൻ സിഗ്നലിനായി കാത്തിരിക്കുക. ഓപ്ഷൻ സി വേഗതയിൽ മാറ്റം വരുത്താതെ ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക. ഓപ്ഷൻ ഡി വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക, മറുവശത്ത് നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, സ്റ്റോപ്പ് ലൈനിൽ മുമ്പ് വാഹനം നിർത്തി ഗ്രീൻ സിഗ്നലിനായി കാത്തിരിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തി ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്തി പിന്നിലൂടെ വരുന്ന വാഹനങ്ങളെ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി മുന്നിൽ നിന്ന് വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി പിന്നിൽ നിന്ന് കടന്നു വരുന്ന വാഹനം പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി വലതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വാഹനം പുറകിലും മുന്നിലും നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ബി വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ ഡി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു. നമ്മൾ ലേണേഴ്സ് ചോദ്യാവലിയിലെ ലെവൽ 4 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ലെവൽ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട്, അത് ആവശ്യമുള്ളവരൊക്കെ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.